കേളംപറയൻ നാട്ടിലെ ഒരു നല്ല കർഷക തൊഴിലാളിയായിരുന്നു. എല്ലാവർക്കും അഭിസമ്മതൻ. അവിടുത്തെ ഏറ്റവും വലിയ ജന്മിയുടെ പൊടികടപ്പുകാരൻ. മുന്നോട്ട് പോയപ്പോൾ ഈ ജന്മിയുടെ യജമാനത്തി പറഞ്ഞ് കേളംപറയനെയും കുടുംബത്തെയും മതം മാറ്റി മാമോദീസ മുക്കുന്നത് ഇടവകെ വലിയ ആഘോഷമായിരുന്നു. കേളന്റെ പേര് മാറ്റി മാത്തച്ഛൻ. പക്ഷെ നാട്ടുകാരെന്നിട്ടും ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത് മാത്തൻ പറയനെന്നാണ്. പാല് കളഞ്ഞില്ല. പിന്നീട് കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ മാത്തൻ പറയന്റെ കൊച്ചുമകന് സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹം. രൂപതയിൽ ചെന്നിട്ട് എടുത്തില്ല. അവസാനം മെഷ്യൻ സെമിനാരി ചേർന്നു. ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വരുമ്പോൾ മാത്തൻ പറയന്റെ കൊച്ചുമകനായിരുന്നു ഇടവകയുടെ ശ്രദ്ധാകേന്ദ്രം. കാലം മുന്നോട്ട് പോയപ്പോൾ ഇവൻ അച്ഛനായി. ഒരു പ്രാവശ്യം ഇടവകയിൽ വന്നപ്പോൾ പഴയ യജമാനത്തി പതിവ് പോലെ പള്ളിയിൽ വന്ന് എല്ലാ തിരുസ്വരൂപങ്ങളെയും തൊട്ടു വന്നിച്ച് നേർച്ചയിട്ട് അവസാനം കുമ്പസാരിക്കാൻ വന്ന് ഞാമ്പിളിയാല് ചെന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കുമ്പസാരക്കൂട്ടില് ഈ മാത്തൻ പറയേണ്ട കൊച്ചുമണി. അതോടെ പകുതിക്ക് വെച്ച് കുമ്പസാരം അവസാനിപ്പിച്ച് അവർ എഴുന്നേറ്റോടി. അതിന്റെ പുറകെ ക്യൂ നിന്നിരുന്ന ബാക്കി ഭക്തസ്ത്രീകൾ. ഈശോ തന്റെ മരണത്തിനും ഉത്ഥാനത്തിനു ശേഷം 11 ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എന്താണ് ഈ സുവിശേഷം? അത് ഫ്രാൻസിസ് മാർപ്പാപ്പായ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നു. പ്രാഥമിക സുവിശേഷം എന്ന് പറയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കണേ. ദൈവം ഒരു പിതാവ് എന്നതുപോലെ നിന്നെയും എന്നെയും സ്നേഹിക്കുന്നു. എന്താണ് അതിന്റെ പരിണതഫലം? ഞാനും നീയും സഹോദരങ്ങളായിട്ട് മാറുന്നു. സാഹോദര്യ തുല്യത ഇല്ലാത്ത ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ, അസമത്വത്തിന്റെ, ജാതീയതയുടെ അവസ്ഥ ഏറ്റവും വന്യമായിട്ട് രൂക്ഷമായിട്ട് അവതരിപ്പിക്കുന്നത് വേടനാണ് തന്റെ റാപ്പ് പാട്ടിലൂടെ. ഞാൻ കാണനല്ല പറയനല്ല കുലയനല്ല നീ തമ്പുരാനുമല്ല ആടേലൊരു മറ്റുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുമില്ല പുറത്തു പോകുവാൻ സമയരുതരി പാടിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങളേറെ കൊതിച്ച് അതിനെ എത്ര പേർ മരിച്ച് കണ്ട് നീ ചിരിച്ച് ഞാൻ കാണനല്ല പറയനല്ല കുലയനല്ല നീ തമ്പുരാനുമല്ല ആടേലൊരു മറ്റുമില്ല. ഈശോ പറഞ്ഞേൽപ്പിക്കുന്ന സുവിശേഷം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈശോയുടെ തന്നെ പ്രവർത്തനത്തിന്റെ ആരംഭത്തില് മർക്കോസ് 1:14 യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ ഗലീലയിലേക്ക് വന്നു. എന്താണ് ഈശോ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം? അത് 1:11 നീ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ അപ്പനാണെന്നുള്ള തിരിച്ചറിവ്. അതിന്റെ പരിണതഫലം എന്താണ്? കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ എന്നെപ്പോലെ തന്നെ ദൈവത്തിന്റെ മക്കള്, പരസ്പര ബന്ധത്തിലെ സഹോദരങ്ങള്. സാഹോദര്യ തുല്യതയാണ് സുവിശേഷത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. കീഴാളനും മേലാളനുമില്ലാത്ത സാഹോദര്യ തുല്യതയാണ് ഈശോ പ്രഘോഷിക്കുകയും നമ്മ കേൾപ്പിച്ചു തരികയും ചെയ്ത സുവിശേഷത്തിന്റെ ആത്മാവ്. ഈ സുവിശേഷത്തിന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ് 150 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവുമായിട്ട് നടന്ന മനുഷ്യനായിരുന്നു പൊയ്കയിലപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അന്വേഷണത്തിലും ഈ സുവിശേഷത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ പറ്റിയോ? അദ്ദേഹം പാട്ടിലൂടെ അത് അവതരിപ്പിക്കുന്നുണ്ട്. പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ പുലയന്റെ കുലമാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു സുഖം വരുമോ? പറയരെല്ലാരും കൂടി സംഭവരായാലെന്ന പറയന്റെ കഴിമാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്ന കുറവന്റെ കുറമാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? 1000-ലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമമറപ്പാകുമോ? ഇത്തര തന്നിൽ അടിമമറപ്പാകുമോ? കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതല്ല അടിമ മറപ്പതാകുമോ?
കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതല്ല, അടിമ മറപ്പതാകുന്നു, അടിമ മറപ്പതാകുന്നു, അടിമ മറപ്പതാകുന്നു. ഞാനും നിങ്ങളും ചോദിക്കേണ്ട ചോദ്യം ഒന്നേ ഉള്ളൂ, സുവിശേഷം പ്രഘോഷിക്കാൻ, അതായത് ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യരുടെ സർവ്വ സാഹോദര്യവും യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഈശോ ഏൽപ്പിച്ച സുവിശേഷത്തിൻ്റെ ആത്മാവ്. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഈ സാഹോദര്യ തുല്യത യാഥാർത്ഥ്യമായിട്ടുണ്ട്. സഭയും പുദാശകളും വേദപുസ്തക വായനകളും ഒക്കെ നടക്കുമ്പോഴും ഈ സാഹോദര്യ തുല്യത യാഥാർത്ഥ്യമായിട്ടുണ്ടോ?